മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വേദനാജനകമായ ഒരു എഡിറ്റോറിയൽ ഭാരതത്തിൻ്റെ ദേശീയ പത്രമായ മാതൃഭൂമിയിൽ അടുത്ത കാലത്ത് ഈ മാസം 8-ാം തീയതി വായിക്കാനിട വന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാതൃഭൂമിയിലെ ചുംബന സമരത്തെ ന്യായീകരിച്ചുകൊണ്ട് സാധാരണക്കാര് പോലും ഭൂമിയെ ചുംബിക്കാറുണ്ട്, വാഹനത്തെ ചുംബിക്കാറുണ്ട്, ആത്മീയ നേതാക്കന്മാരെ ചുംബിക്കാറുണ്ട്, അച്ഛന്മാരെ ചുംബിക്കാറുണ്ട്, അമ്മ മക്കളെ ചുംബിക്കാറുണ്ട് എന്നെല്ലാം പറഞ്ഞ് അതുകൊണ്ട് ചുംബനം ഒരു നെഗറ്റീവല്ല എന്ന് പറഞ്ഞ് മാതൃഭൂമിയിലെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഈ ചുംബനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനൊരു എഡിറ്റോറിയൽ എഴുതിയത് ശരിയായോ എന്ന്. ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞത്, ഇപ്പൊ ചുംബന സമരം കേരളത്തിലെ മാതൃഭൂമി ദിനപത്രം സ്പോൺസർ ചെയ്ത മാതിരിയാണ് മാതൃഭൂമി അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ മാതൃഭൂമിയിലെ ഒത്തിരി പേർക്ക് വേദനയുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനേക്കാൾ വേദനാജനകമായിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ് സാമാന്യം 10ാം ക്ലാസ് പഠിച്ച വ്യക്തി പോലും എഴുതുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത അത്രയും നിന്ദ്യമായ, ഭാരതത്തെ അവഹേളിക്കുന്ന, ഭാരതീയ പൈതൃകത്തെ അവഹേളിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് 8-ാം തീയതിയിലെ മാതൃഭൂമി പത്രത്തിൽ വന്നത്. 102ാം അഖില ഭാരത ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ ആരോ 1-2 പേര് ഏതോ ഒരു ഭാരതീയ പൈതൃക ശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ച് പേപ്പർ അവതരിപ്പിച്ച് അതിൽ 1-2 ശാസ്ത്രജ്ഞന്മാർ പ്രതിഷേധിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മാതൃഭൂമി അങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയത്. യഥാർത്ഥത്തിൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ വായിച്ചാൽ മനസ്സിലാവും, ഭാരതത്തിലെ മിത്തോളജിക്കൽ പുരാണവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾക്കകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സയൻസാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ ദേശീയ ശാസ്ത്ര കോൺഗ്രസ്സിൽ അതെല്ലാം പ്രസന്റ് ചെയ്യാൻ അനുവദിക്കുന്നത് ഭാരതത്തിലെ ശാസ്ത്ര കോൺഗ്രസിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് മാതൃഭൂമി എഴുതിയത്. അതായത് ഇവിടുത്തെ സംസ്കൃതത്തില് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും ദർശനങ്ങളും മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ മറ്റൊന്നുമില്ല എന്ന് മാതൃഭൂമിയിലായി എഡിറ്റോറിയൽ എഴുതിയ അസാമാന്യ ബുദ്ധിജീവി, ഇടതുപക്ഷ അല്ലെങ്കിൽ യുക്തിവാദ ചിന്താധാരയിലും മുഴുകിയ ആ ബുദ്ധിജീവി ധരിച്ചു വച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ചാൾസ് ഡിക്കൻസും ഷേക്സ്പിയറും അതുപോലെ തന്നെ വില്യം വേർഡ്സ്വർത്തും തുടങ്ങിയവരുടെ കൃതികൾ മാത്രമേ ഇംഗ്ലീഷിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇംഗ്ലീഷ് എന്ന ഭാഷയിലെ കെമിസ്ട്രിയോ ബോട്ടണിയോ സുവോളജിയോ ഹെൽത്ത് സയൻസോ മാത്തമാറ്റിക്സോ ജിയോമെട്രിയോ ഒന്നും ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ ഉണ്ടാവാൻ പാടില്ല. ഇംഗ്ലീഷിൽ ഏത് സയൻസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഷേക്സ്പിയർ എഴുതിയതോ ചാൾസ് ഡിക്കൻസ് എഴുതിയതോ മാത്രമായിരിക്കും എന്ന ധരിച്ചതുപോലെ ആ എഡിറ്റോറിയൽ എഴുതിയ ബുദ്ധിജീവിയുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു ധാരണ എങ്ങനെ കടന്നു എന്നുള്ളത് മാതൃഭൂമി മലന്ന് കിടന്ന് തുപ്പുന്ന മാതിരിയാണെന്ന് അറിയാതെ പറയാതെ നിവൃത്തിയില്ല. അറിയാതെ അങ്ങനെ തോന്നിപ്പോയി. സംസ്കൃത ഗ്രന്ഥങ്ങൾ, പ്യുവർ മാത്തമാറ്റിക്സ്, ആയിരക്കണക്കിന് സംസ്കൃത ഗ്രന്ഥങ്ങൾ, അത് പ്യുവർ മാത്തമാറ്റിക്സ്, അതിനകത്ത് ആത്മീയതയോ പുരാണമോ ഒന്നുമില്ലാതെ ആര്യഭടീയം, ആര്യഭട സിദ്ധാന്തം, വടേശ്വര സിദ്ധാന്തം, ലല്ലാചാര്യന്റെ ശിഷ്യജീവൃത്തി തന്ത്രം, ആര്യ സിദ്ധാന്തം, ഭാസ്കരാചാര്യരുടെ ലഘുഭാസ്കരീയം, ബൃഹത് ഭാസ്കരീയം, സിദ്ധാന്ത ശിരോമണി, ലീലാവതി തുടങ്ങിയ പുസ്തകങ്ങൾ, 1000ഓളം കെമിസ്ട്രി പുസ്തകങ്ങൾ,
ഭാരതത്തിലെമ്പാടുമുണ്ട്. അതിൽ 10-100 പുസ്തകങ്ങൾ തിരുവനന്തപുരത്തെ ആയുർവേദ ലൈബ്രറിയിൽ തന്നെ ഉണ്ട്. രത്നാകരം, രസേന്ദ്ര ചൂടാമണി, രസാർണവം തുടങ്ങിയ പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ പിന്നെ ഫിസിക്സിൽ വേറെയുണ്ട്, മാത്തമാറ്റിക്സിലെ പുസ്തകങ്ങൾ ഞാൻ സൂചിപ്പിച്ചു, അസ്ട്രോണമിയിലെ പുസ്തകങ്ങൾ. ഇത്രയുമധികം ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എന്ന് എന്റെ തോന്നൽ കൊണ്ട് പറഞ്ഞതല്ല. അത്രയുമധികം ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഭൂമി ഒരു ഗോളാകൃതിയാണ് എന്നുള്ളത് ഈ മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ എഴുതിയ വ്യക്തി പ്രകാരം അത് ഇന്ത്യക്കാർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അത് ഇംഗ്ലീഷുകാർ തന്നെയാണ് കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ വിശ്വസിച്ചോളണമെന്ന് ആ ഇംഗ്ലീഷുകാരന്റെ രക്തത്തിൽ ജനിച്ചവനെ പോലെ ഈ എഡിറ്റോറിയൽ എഴുതിയ ആൾ പറഞ്ഞപ്പോൾ വിഷമം തോന്നി. മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. മണ്ണ്, ജലം, വായു, അഗ്നി അടങ്ങിയ ഭൂഗോളം. ഭൂഗോളം എന്ന വാക്ക് AD 499 ആര്യഭട്ടൻ എഴുതിയ ആര്യഭട്ടീയം എന്ന പുസ്തകത്തില് പ്രാണേനൈതി കലാഭൂഹു, ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയം കൊണ്ട് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു. ഏകോന്ന ഷഷ്ടിലിപ്ത അഷ്ടോ വിലിപ്ത, 59 മിനിറ്റ് 8 ആംഗുലർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ചതുരധികം ശതമഷ്ടഗുണം ദ്വാഷഷ്ടിസ്തദാ സഹസ്രാണാം എന്ന് തുടങ്ങുന്ന പയ്യുടെ വാല്യൂ സമപരിണാഹസ്യാർത്ഥം നിഷ്കമ്പാർത്ഥ ഹതമേവ വൃത്തബലം, പയ്യാർ സ്ക്വയർ ആണ് വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞ് എത്രയോ ആദ്യത്തെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ തിയറം ലോകത്തിൽ എഴുതിയത്. ചാപാചതത്തലതോപി തദ്വത് ചാപാഹതദ്വ്യാധി ഹൃദത്രിമൗര്യാ ലബ്ധാനി യുഗ്മാനി ബലാന്യദോദശ്ചാപാദയുഗ്മാനി തവിസ്തരാർദ്ധാത് വിന്യസ്യ ചോപര്യുപരിത്യജേ തച്ചേഷോ ഭുജാ കോടിഗുണൗ ഭവേദ. ആദ്യത്തെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റയുടെ തിയറമാണത്. അത് പുരാണത്തിലുള്ളതല്ല. പുതുമന സോമയാജി എന്ന് പറയുന്ന മലപ്പുറത്തുകാരൻ കരണപദ്ധതി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആ കരണപദ്ധതി എന്ന പുസ്തകം പ്യൂർ അസ്ട്രോണമിക്കൽ മാത്തമാറ്റിക്കൽ പുസ്തകമാണ്. വർഗൈർയുജാംബാദ്യുഗണൈർനിരേകൈർ വർഗീകൃതൈർവർജിത യുഗ്മവർഗൈഹി വ്യാസഞ്ച ഷഡഗ്നം വിഭജിത് ഫലം സ്വം വ്യാസേ ത്രിനിഗ്നേ പരിധിസ്തദാ സ്യാത്. ഇത് ഗ്രിഗറീസ് തിയറാണ്, ഗ്രിഗറീസ് ഫോർവേഡ് ഇന്റർപോളേഷൻ. ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് ശാസ്ത്ര ഗ്രന്ഥങ്ങള്, സയന്റിഫിക് ഗ്രന്ഥങ്ങള് ഭാരതത്തിലുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമ്മൾ വിവരിച്ചാൽ അതെങ്ങനെയാ മിത്തോളജിക്കലാവുക? മാതൃഭൂമിയുടെ പത്രം വായിക്കുന്നവനെ അപമാനിക്കുന്ന രീതിയിലാണ് മാതൃഭൂമി ഇത് എഴുതിയിരിക്കുന്നത്. കുറെ കാലമായി മാതൃഭൂമി ഇങ്ങനെ ഒരു പ്രക്രിയ തുടങ്ങിയിട്ട് എന്തിനും ഏതിനും ഭാരതീയ പൈതൃകത്തെ നിഷേധിക്കുന്ന ഒരു പത്രമായി ഗതികേട് കൊണ്ട് തീർന്നിരിക്കുന്നു മാതൃഭൂമി. പലപ്പോഴും മറ്റു പത്രങ്ങൾ അത് വാങ്ങിച്ച് വായിക്കാൻ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് മാതൃഭൂമി പത്രം വായിക്കേണ്ട ഗതികേട് വരുന്നതെന്ന് പലരും പറയുമ്പോൾ അത്ഭുതം തോന്നി. 1932 പാരീസിൽ നടന്ന പ്ലാസ്റ്റിക് സർജൻസിന്റെ മീറ്റിംഗില് ഇൻവോക്കേഷൻ, പ്രാർത്ഥന തന്നെ സുശ്രുത സംഹിതയിലെ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് വിവരിക്കുന്ന അധ്യായം വായിക്കലായിരുന്നു. അതായത് പ്ലാസ്റ്റിക് സർജൻ, ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജൻ സുശ്രുതനാണ് എന്ന് ലോകം അംഗീകരിച്ചപ്പോഴും ഇവിടെയുള്ള കുറെ ബുദ്ധിജീവികൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കണില്ല. നിർഭാഗ്യവശാൽ ആയിരക്കണക്കിന് വ്യക്തികൾ പങ്കെടുത്ത ശാസ്ത്ര കോൺഗ്രസിൽ 1-2 പേരാണ് എതിർത്തിരിക്കാൻ സാധ്യതയുള്ളത്. ആ 1-2 പേരുടെ കൂട്ടത്തിൽ മാതൃഭൂമി എന്ന ദേശീയ ദിനപത്രം നിൽക്കുമ്പോൾ ശരിക്ക് അറപ്പ് തോന്നുന്നു. മാതൃഭൂമി എന്ന വാക്കിപ്പ കേൾക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വികാരത്തിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. ഈ നാടിന്റെ പൈതൃകം, ഈ നാടിന്റെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണോ മാതൃഭൂമി പത്രത്തിലുള്ളത്? അറ്റ്ലീസ്റ്റ് ഈ എഡിറ്റോറിയൽ എഴുതിയ വ്യക്തി എഴുതിയത് ഒന്ന് സ്ക്രീൻ ചെയ്യാനും അതെന്താണെന്നൊന്ന് വിലയിരുത്താനും മറ്റൊരാളുമില്ലാത്തൊരവസ്ഥയായോ? ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞുകൊണ്ട് പറയേണ്ടി വരുന്നു, ഒരു മന്ദബുദ്ധിയായ ഇറ്റലിക്കാരിയുടെയും രാജീവ് ഗാന്ധിയുടെയും മകനായ ആ രാഹുൽ ഗാന്ധിക്ക് PV ചന്ദ്രൻ സാറിനെ പോലെയുള്ളവരും PV ഗംഗാധരൻ സാറിനെ പോലെയുള്ളവരും പുരസ്കാരം കൊടുത്ത്
മാതൃഭൂമിയിലെ ഒരു പ്രഗത്ഭനായ വ്യക്തിയെ അടുത്ത ഇലക്ഷന് ജയിപ്പിക്കാനാണോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ആ മന്ദബുദ്ധിയായിട്ടുള്ള വരുംകാല പ്രധാനമന്ത്രിയാണെന്ന് പ്രൊജക്ട് ചെയ്ത വ്യക്തിയുടെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച കാണാൻ വിധിക്കപ്പെട്ട ജനത മാതൃഭൂമിയിൽ നിന്ന് ഇതേപോലെയുള്ളത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വലിയ ദുഃഖം തോന്നില്ല എന്ന് തോന്നുന്നു. എങ്കിലും മാതൃഭൂമിയെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത കോടിക്കണക്കിന് എന്ന വാക്കാണ് ശരി, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനതയെ അവഹേളിക്കുന്ന ഒരു എഡിറ്റോറിയലായി പോയി ജനുവരി മാസം 8-ാം തീയതി മാതൃഭൂമിയിൽ വന്നത്. ഇനിയെങ്കിലും മാതൃഭൂമി തിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. കുറേ വ്യക്തികൾ യൂട്യൂബിലെ കമന്റിലൂടെയും ഇമെയിലിലൂടെയും അറിയിക്കുകയുണ്ടായി, ഞങ്ങൾ 37 പേര് മാതൃഭൂമി പത്രം നിർത്തി, ഞങ്ങൾ 50 പേര് മാതൃഭൂമി പത്രം നിർത്തി, ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവർ മാതൃഭൂമി പത്രത്തെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇമെയിലും യൂട്യൂബ് കമന്റും ഒക്കെ അയക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, മാതൃഭൂമി അല്ലാതെ ഹൈന്ദവ ജനതയ്ക്ക് ഇന്ന് വേറൊരു പത്രം ഇല്ല. 3-4 പത്രങ്ങൾ മുസ്ലിം ജനതയുടെയാണ്, 2-3-4 പത്രങ്ങൾ ക്രിസ്ത്യൻ ജനതയുടെയാണ്. ഹിന്ദുക്കൾക്ക് മാതൃഭൂമിയേ ഉള്ളൂ. നമുക്ക് അതല്ലാതെ മറ്റൊരു ഗതി ഇല്ലാത്തത് കൊണ്ട് വേറൊരു പത്രം ആ സ്ഥാനത്ത് വരുന്നത് വരെ മാതൃഭൂമി നിർത്തരുത് എന്ന് ഞാൻ അവരോട് വിവരിക്കുകയുണ്ടായി. ഏതായാലും മാതൃഭൂമി അറിഞ്ഞുകൊണ്ടല്ല ഇതുമാതിരി എഡിറ്റോറിയൽ വരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വാർത്ത വരുന്നത് ഒരുപക്ഷെ മുകളിലുള്ളവർ അറിയാതെയായിരിക്കാം. പക്ഷെ എഡിറ്റോറിയൽ ഇത്രയും ഭാരതീയ പൈതൃകത്തെയും ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തെയും അവഹേളിച്ചുകൊണ്ട് ഈ മാതൃഭൂമി പത്രത്തിലെ ഈ വ്യക്തി എഴുതിയപ്പോ മാതൃഭൂമിയോട് അപേക്ഷിക്കാനുള്ളത്, അറിയാത്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യല്ലേ, ഞങ്ങളാണ് ഭാരതത്തെ ഭരിക്കുന്നതെന്ന് ധരിച്ചുകൊണ്ട് ഈ കേരളത്തിലെ കുറെ കോപ്രായത്തരങ്ങൾ മാത്രമാണ് ലോകത്തെ മുന്നോട്ട് പോകുന്നത് എന്ന് ധരിച്ച് മാതൃഭൂമി മുമ്പോട്ട് പോകുന്നു. അതാണ് വേദനാജനകം. ഭാരതം മാറുന്നതും ഡൽഹിയിൽ മാറ്റം ഉണ്ടായതും ഭാരതത്തിന്റെ ഭരണം മാറ്റം ഉണ്ടായതുമൊക്കെ ഒരുപക്ഷെ മാതൃഭൂമിയുടെ പ്രഗത്ഭനായ വീരപുത്രൻ വലതുപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട്, ദഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള എഡിറ്റോറിയൽ ഉൾപ്പെടെയുള്ള തെറ്റായ വിവരണങ്ങൾ മാതൃഭൂമി നൽകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കേരള ജനതയ്ക്ക് ബുദ്ധിയുണ്ട്, കേരള ജനതയ്ക്ക് ചിന്തിക്കാൻ അറിയാം. അവർക്ക് എല്ലാ കാര്യത്തിലും അറിവില്ലെങ്കിലും ചിന്തിക്കാനും വേണ്ടതുപോലെ പ്രതികരിക്കാനും അറിയാമെന്നെങ്കിലും ഈ രാഷ്ട്രീയക്കാരുടെ സ്റ്റാൻഡേർഡിലേക്ക് താഴാതെ മാതൃഭൂമി പണ്ട് നിലനിന്നിരുന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയില്ലെങ്കിലും ഇതുമാതിരിയുള്ള തിന്മ നിറഞ്ഞ ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള എഡിറ്റോറിയൽ എഴുതാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.